ഹലോ. സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ സ്നാക്സ് ഈവനിങ് എന്നാണല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഓർത്തു തട്ടിക്കൂട്ടി ഒരു മൊമോസ് ഉണ്ടാക്കാമെന്ന്. തട്ടിക്കൂട്ടലായിരിക്കുള്ളൂ, വളരെ സൂപ്പറായിട്ടൊന്നും വന്നില്ലെങ്കിലും നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് മാവാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇനി നമ്മളത് കുഴച്ചെടുക്കുക. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ പ്രഹസനങ്ങൾ കാണിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് പോലെ കുഴച്ചെടുക്കണം. നല്ല ബോൾ പോലെ ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് ഒന്നാമത് നമ്മൾ മൈദയല്ല യൂസ് ചെയ്യുന്നത്, ഗോതമ്പ് മാവ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പരത്തിയല്ല, ഉരുട്ടിയെടുക്കുക. ഞാൻ ആ സമയത്ത് കുറച്ച് ചിക്കനകത്ത് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എടുക്കാം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ ഒരു സവാള ഞാൻ എടുക്കുന്നുണ്ട്, 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ കുനുകുനാ നരഞ്ഞെടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇത് ഞാൻ ഈ അരിഞ്ഞിട്ട പച്ചക്കറി മൊത്തം ഞാൻ അതിലേക്ക് തട്ടി ഒന്ന് ഇളക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ പാനിൽ അത് കൊള്ളൂല. അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് വഴച്ചണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വഴറ്റണ്ട, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ പണി നമ്മൾ ആ ബോളാക്കി എടുത്തത് ഇതേപോലെ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. ഷേപ്പുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പരത്തിയെടുത്തു. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ അല്ലാണ്ടാണ് പരത്തിയെടുത്തത്. ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളത് ഇത് ഞൊറിഞ്ഞ് വെക്കുക എന്നുള്ളതാണ്. എനിക്കതിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ ആ ഒരു ഷേപ്പിലോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. ഒരുവിധം ഒപ്പിച്ച് ഞാൻ വെച്ചു. അത് സ്റ്റീം ചെയ്തെടുക്കുന്നതോടെ നമ്മുടെ മൊമോസ് റെഡിയായി. ഞാൻ കണ്ടിട്ടുള്ള മൊമോസൊക്കെ വൈറ്റ് കളറിലാണ്. ഇത് ഗോതമ്പ് മാവിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഒരു കളറിൽ കിട്ടിയത്. പിന്നെ ഞാനതിൻ്റെ സൈഡായിട്ട് കുറച്ച് മയോണൈസും ചില്ലി സോസും ആണ് എടുത്തിരുന്നത്. ടു ബി ഫ്രാങ്ക്, ചില്ലി സോസിൻ്റെ കൂടെ നല്ല വധമാണ് ഈ സാധനം. മൊമോസ് കഴിക്കാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ മയോണൈസിൻ്റെ കൂടെ കിടിലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില്ലി സോസ് എടുക്കണ്ടായിരുന്നു എന്ന് ഞാനൊരു സമയം ചിന്തിച്ചു. പക്ഷേ മയോണൈസിൻ്റെ കൂടെ കൊള്ളാം. അങ്ങനെ എൻ്റെ ഒരു പരീക്ഷണം കൂടെ വിജയിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.